നല്ല വലിയ ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്. ഈ ചെമ്മീനൊന്നും വലിയ ഞണ്ട്, അയിലുണ്ട്. ചാളയൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, അല്ലേ ഇവിടെയൊന്നും അറിയില്ല കേട്ടോ. ഇത് ശീലാവ് അയില. ചാള തിന്നണമെങ്കിൽ നാട്ടിൽ പോകണമെന്നാണ് അവിടെ. സാൽമൺ ഉണ്ട്. കഴിഞ്ഞ ദിവസം സാൽമൺ തിന്നണമെന്ന് വിചാരിച്ചില്ല. സാൽമൺ എൻ്റെ മുന്നിലാണ് മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ. പക്ഷെ ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ. മലേഷ്യൻ ബിരിയാണി കഴിക്കണമെന്നായിരുന്നു. നമ്മുടെ ബിരിയാണിയുടെ അത്ര മരത്തിൻ്റെ എന്തായാലും കേൾക്കാൻ പറ്റണ്ട്. നമ്മുടെ ഇതൊന്ന് പിലോക്കിയാണ്, പിലോക്കിയല്ല, വേറെന്തോ മീൻ, വറ്റ അല്ല. അയിലക്കണ്ണിയുണ്ട്, കിളിമീനുണ്ട്, അയിലക്കണ്ണിയുണ്ട്. കൂരിയുണ്ട്, കൂരിയുണ്ട് ഇഷ്ടം. Breast piece don't have breast piece. Balloon supply. On the way. On the way. Which time come? Don't know. Don't know. Okay. Yesterday I come, no breast piece. So let us look at. Too much price. I don't want. ഇതെന്താണാവോ? ഈ ചൈനക്കാരൊക്കെ ഇതൊക്കെ വെറുതെ എന്താ പറയണം, രണ്ട് കഴുകലും കൂടി കഴിയിട്ട് അങ്ങോട്ട് വയ്ക്കും. നമ്മളൊക്കെ മീനെ മണവാട്ടിയൊക്കെ എടുക്കുക, അവർ ഇത് കഴുകലേ കഴുകത്തുള്ളൂ. ചിക്കനൊക്കെ കണ്ടല്ലോ. ഓക്കെ, ബൈ. ഇനി ഫ്രൂട്ട്സ് ആണ്. ഈ ജ്യൂസ് ഖത്തറിൽ വെച്ച് ഞാൻ കുടിച്ചിട്ടുണ്ട്, പലതരം ജ്യൂസ്. ചക്ക ഇരിക്കുന്നു. 7 റിങ്കറ്റിൻ്റെ പെണ്ണു. നമ്മുടെ നാട്ടിലൊക്കെ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ബൈ, സീ യു. പോട്ടെ, നല്ല മഴക്കാരുണ്ട്. വേഗം പോകാം. ഇതെന്തെന്നാണോന്ന് അറിയില്ല, എന്തൊക്കെയോ സാധനങ്ങൾ. തേങ്ങ വറുത്തരച്ചാണ്. This one chicken? Chicken this one. Oh, this one what is? Beef. Oh, how much? 9 ringgit. Kalau chicken 6 ringgit. 6 ringgit. Okay. കണ്ടല്ലോ, ഇത്രയൊക്കെയുള്ള വിശേഷം. ഓക്കെ, ബൈ, സീ യു. ഇതാണ് മലേഷ്യ. മലേഷ്യയിൽ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ്, വേറൊന്നും കാണാനില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരുമോ എല്ലാവരും? സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ പോട്ടെ, നല്ല മഴക്കാറുണ്ട്, കണ്ടോ, മഴക്കാറുണ്ട്. വീട്ടിൽ പോകണം. എന്തോ മറന്ന പോലെ തോന്നുന്നു. എന്നുവെച്ചാൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്, ബോൺലെസ് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നു. പക്ഷെ അത് ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു അയാൾ. കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ആ കൗണ്ടറിൽ കണ്ടില്ലാന്നേ. ഇവർ എന്താ ചെയ്യണേന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആണെന്നും പറഞ്ഞുകൊണ്ട്
വേറെ കൗണ്ടറിൽ വെച്ചേക്കുക. അതിന് വില കൂടുതലാണ്. ഞാൻ ആൻറ്റീനോട് പറയാം വില കൂടുതലാണ്. കഴിഞ്ഞ ദിവസമേ ഒരു കാക്കയുണ്ട് കേട്ടോ വീട്ടിൽ. അയ്യോ ഭയങ്കര ഒച്ചേട്ടാ കാക്കരുന്നുണ്ട്. ഭയങ്കര ഒച്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മുഖത്തറച്ച് കുരുക്കളാണ്. കുരു മാറാൻ വേണ്ടിയിട്ട് ഞാൻ ആര്യവേപ്പിൻ്റെ ഇല അരച്ചിട്ടുണ്ടാവും. ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ വായിലോട്ട് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഉണ്ടാതിരുന്നു. ഒല്ല പിന്നെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പറഞ്ഞോണ്ട് ഒച്ചെടുത്തോണ്ടിരിക്കും. അതുകൊണ്ടൊരു പൂച്ചയുണ്ട് ആര്യവേപ്പിൻ്റെ ഇല. അതാദ്യം ഞാൻ കൈ കീണ്ടി ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും അതെന്തോ തിന്നാനാണെന്ന് വിചാരിച്ച് വായിലോട്ട് ഞാൻ മേടിച്ചു. പോവായിരുന്നല്ലേ. ക്യാമറ അടിച്ചിട്ട് പോകണ്ട. അത് വേഗം തന്നെ അതിനെന്തോ തിന്നാനുള്ളതാണെന്നല്ലേ അത് വേഗം വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ കൈക്കാക്കും തുപ്പിക്കൊണ്ട് എന്തൊരു ഒച്ചയിടും മേടുകൾക്കും. അയ്യോ ഞാനിങ്ങനെ ഓർക്കോട്ടെ, ഈ കാക്കേനൊക്കെ പിടിച്ച് കൂട്ട്. എനിക്കൊരു സബ്സ്ക്രൈബർ ഉണ്ടേ നമ്മളുടെ ഇവിടെയൊക്കെ ഉണ്ട് ആ കിളി. ചെറിയൊരു അടക്കാക്കിളീനെ പോലത്തെ ഒരു കിളി. ബ്ലാക്ക് ആയിരിക്കും, അതിൻ്റെ മുതുകത്തൊരു വൈറ്റ് ഉണ്ടാവും. പേരെനിക്കറിയാം, വണ്ണാത്തിക്കിളി എങ്ങാണ്ടാ തോന്നുന്നു അതിൻ്റെ പേര്. എനിക്കറിയില്ല കേട്ടോ. അതിനെ പിടിച്ച് കൂട്ടിലിട്ടേക്കണേ. അയ്യോ അപ്പം ഞാനോർത്ത് ഇത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഇങ്ങനെയാണല്ലേ, ഈ കിളികളെയൊക്കെ പിടിച്ചെന്തിനാണല്ലേ കൂട്ടിലിടണം. അവരിങ്ങനെ ഈ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് നടന്ന് മരത്തിൽ പോയി ഇരുന്ന് അവർ കൂടുണ്ടാക്കി. അയ്യോ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും അതിനെയൊക്കെ പിടിച്ച് ആരാണോ ലവ് ബേർഡ്സിനെയൊക്കെ പിടിച്ചിടും. എന്നാലും അവർ നടക്കട്ടെ, തത്തകളാണെങ്കിലും അല്ലേ, പറന്ന് ഇങ്ങനെ നടന്ന്. നല്ല മഴക്കാരുണ്ട്. ഞാൻ വീട്ടിൽ പോട്ടെ. കഥയും പറഞ്ഞുകൊണ്ടിരുന്നാലേ വീട്ടിലെത്തുമ്പോൾ ഒരു നേരവും. കാരണം വീട്ടിലെ പണിയൊക്കെ ഞാൻ ഇപ്പോഴേ മറന്നു. എന്താ ചെയ്തതെന്ന് ഓർക്കണില്ല, എന്താ ചെയ്യാനുള്ളതെന്ന് ഓർക്കണില്ല. അപ്പോൾ റൈസ് കുക്കർ കഴിഞ്ഞ ദിവസം എന്നല്ല, ഇപ്പം മിക്കപ്പോഴും ചെയ്യണ പരിപാടി എന്താണെന്ന് അറിയാമോ? റൈസ് കുക്കർ ഓണാക്കത്തില്ല, മൈക്രോവേവിന് ഓണാക്കി വെച്ച്. പിന്നെ നോക്കുമ്പോൾ എന്താ ആൻറ്റി പിന്നെ 7 മണിക്ക് ചോറ് ഞാൻ വന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അപ്പോൾ അത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മനസ്സിൽ നിന്നെല്ലാം ഡിലീറ്റായി പോകണം. അല്ലെങ്കിൽ തന്നെ ഫാമിലി കോടതിയിലെ ആൾക്കാർ ഡിലീറ്റ് എന്താണ് ഡിഫക്റ്റ് ഡിക്സി എന്ന് പറയണം. ഇനി യൂട്യൂബിലുള്ള ആൻറ്റിയും പറയും നിനക്ക് എപ്പോഴും ഡിഫക്റ്റാണല്ലോ. അവർ പോട്ടെ, അതേ പറഞ്ഞിരുന്ന. അപ്പോൾ ഡിഫക്റ്റ് ആക്കാതെ ഡിലീറ്റ് ആക്കാതെ മൈൻഡ് ക്ലിയർ ആയിട്ട് വെച്ചിട്ട് നമുക്ക് ജോലികൾ ചെയ്യാം. ഓക്കെ. ഇനി ഞാൻ യൂട്യൂബിലോട്ട് നോക്കിയിരുന്ന നമുക്ക് കമൻറ്റ് ഇടണവർക്ക് പോയി കമൻറ്റ് ഇടണ്ടേന്ന്. ഞാൻ കമൻറ്റ് ഇട്ടാൽ ഡിലീറ്റ് ആയി പോകണം. പോട്ടെ വേഗം, എല്ലാം ഡിലീറ്റായി പോകണം. അപ്പോൾ മനസ്സിലെ ജോലികൾ എന്തൊക്കെയാണുള്ളതെന്ന് അതും ഡിലീറ്റായി പോകണം. യൂട്യൂബിൽ കമൻറ്റ് ഇട്ടിട്ട് ഡിലീറ്റായി പോകണം. ടൈമേ മൊത്തത്തിലെല്ലാം ഡിലീറ്റായി പോവാം. ശൂന്യം മാത്രം അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും വെക്കട്ടെ. ഓക്കെ, വേഗം പോയിട്ട് ഞാൻ കുറച്ച് നേരം ചിന്തിക്കട്ടെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. അല്ലെങ്കിൽ ഞാൻ ഈ ഫോണും പിടിച്ചുകൊണ്ടിരിക്കും, ചെയ്യാനുള്ള ജോലിയൊക്കെ മറന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.